അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടിയുണ്ട്. ഹസ്കർ, നഷ്ടപ്പെട്ടത് മുഴുവനും LDF-നാണ്. അത് പല കാരണങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒന്നാമത്തെ കാരണമാണ്. പക്ഷേ അത് അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും. MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലും അങ്ങനെ തന്നെയായിരുന്നു. തിരുത്തൽ വരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു തോൽവിയാണല്ലോ, അപ്പോൾ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അത് തന്നെയല്ലേ ഏറ്റവും വലിയ കുഴപ്പവും. മഞ്ജുഷ, അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പ്രാദേശിക സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക സർക്കാർ രൂപീകരിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും പ്രാദേശിക സർക്കാരിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് തുറന്നു സമ്മതിക്കണം. നിരവധി ഘടകങ്ങൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ സംസ്ഥാന സർക്കാർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ മറ്റിതര സംസ്ഥാനങ്ങളെ ബഹുദൂരം മുന്നിൽ പോകുന്ന തരത്തിൽ കേരളത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതൊരു വസ്തുത. കേരളത്തിലെ ആരോഗ്യ മേഖല മുതൽ വിദ്യാഭ്യാസ മേഖല മുതൽ സമസ്ത മേഖലയിലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് അവകാശപ്പെടുകയും ജനങ്ങൾക്ക് ബോധ്യമുള്ളത്. സാമൂഹ്യ ക്ഷേമ മേഖലകളിൽ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്തത്. പക്ഷെ എന്തുകൊണ്ട് തോറ്റു എന്നതിന് എന്താണ് ഉത്തരം? അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇത്രയും വലിയ തോൽവി ഒരു ചെറിയ രീതിയിലായിരുന്നുവെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ തോൽവി, അതും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ പൊതുവേ അത് LDF-ന് അനുകൂലമായിട്ടാണ് വരാറുള്ളത്. ഈ സമീപകാലത്ത് 2010 ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവെ അങ്ങനെയല്ല. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകൾ LDF-ന് ആധിപത്യം നേടാവുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയില്ല എന്ന് മാത്രമല്ല, വൻ തോൽവിയിലേക്ക് പോവുകയും ചെയ്തു. അല്ല മഞ്ജുഷ്, ഏറ്റവും ഒന്നാമതായി കാണാൻ കഴിയുക എന്ന് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ മറച്ചു വെച്ചാലും ആന്റി ഇൻക്യുബേഷൻ ഫാക്ടർ ഒരു വലിയ ഘടകം തന്നെയായിരുന്നു. സംസ്ഥാനത്തെ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടായി എന്നത് തുറന്നു സമ്മതിക്കുന്നതിന് ഇടതുപക്ഷം ഇനിയും മടി കാണിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ ഘടകമാവും. കേരളത്തിലെ ജനങ്ങൾ നാളിതുവരെ ചിന്തിക്കാത്തതിനപ്പുറം ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ പാതയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി നാം ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ പക്ഷം. അല്ല, ആര് വർഗീയ ധ്രുവീകരണം നടത്തിയെന്നാണ്? അതുകൂടി പറയൂ. ആര് വർഗീയ ധ്രുവീകരണം നടത്തി എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിം സമുദായം കേരളത്തിൽ ഇപ്പോ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു എന്നതാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള കനത്ത പരാജയത്തിന്റെ സൂചനകൾ നൽകുക. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ. അന്ന് നിങ്ങൾ പുറമേ പറഞ്ഞിരുന്നത് മോദിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു, അതവിടെ കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് അവർ UDF-നെ തെരഞ്ഞെടുത്തു എന്നതായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് നിങ്ങൾ സ്വയം ഒരു വിലയിരുത്തലും നടത്തിയല്ലോ. അതുകൊണ്ടായിരുന്നുവല്ലോ പിന്നീട് നടത്തിയ ശ്രമങ്ങൾ, ഭൂരിപക്ഷ സമുദായങ്ങളെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങൾ, അയ്യപ്പ സംഗമം നടത്തി, അവിടെ NSS-നെയും SNDP-യെയും ഒപ്പം കൂട്ടി. നേരത്തെ ഷാക്കിർ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനുള്ള ഒരു ജനവിധി കൂടിയാണ് ഇതെന്ന് മുസ്ലിം ലീഗ് പറയുകയാണ്. ആരാണ് വെള്ളാപ്പള്ളി നടേശന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അല്ല, നിശ്ചയമായും അതൊരു വലിയ പരാജയമായിരുന്നു മഞ്ജുഷ്. ഇതില് വെള്ളാപ്പള്ളി നടേശനെ പോലെ നാഴികയ്ക്ക് 40 വട്ടം മുസ്ലിം വിരുദ്ധത പറയുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ കനത്ത നാവായിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്തു പിടിക്കുകയും അയ്യപ്പ സംഗമത്തിൽ ഒരേ വാഹനത്തിൽ വന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒരു വലിയ തെറ്റുകാരനായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തെ തിരുത്തുന്നതിന് സഖാവ് പിണറായി വിജയൻ തയ്യാറായില്ല എന്ന വസ്തുത, അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം സാമൂഹ്യ ഘടനയ്ക്കേറ്റ കനത്ത പ്രതിഷേധത്തിന്റെ സൂചിക കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിധി എന്ന് വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയം ഒരുപക്ഷെ പല ജില്ലകളിലെയും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുക എന്ന് പറയുന്നത്, നേരത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന പ്രദേശങ്ങൾ പോലും ഇപ്പോൾ UDF-നെ ഒപ്പം പോയി. എന്തുകൊണ്ടെന്നാൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ നാഴികയ്ക്ക് 40 വട്ടം വിഷം തുപ്പുന്ന ഒരു നാവിനെതിരെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ നേതൃത്വം ശക്തമായി പ്രതികരിച്ചിരുന്ന ഘട്ടത്തിൽ പോലും ഈ ഘട്ടത്തിൽ സഖാവ് പിണറായി വിജയനെ പോലുള്ള
നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ തിരുത്തുന്നതിനോ പ്രതിഷേധിക്കുന്നതിനോ പോലും തയ്യാറായില്ല എന്ന ഏറ്റവും വലിയ കാപട്യം പാർട്ടി കാണിച്ചു എന്നുള്ളത് മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞു എന്നിടത്താണ് കേരളത്തിൽ ഇത്തരം ഒരു വലിയ പരാജയത്തിലേക്ക് പോയത്. ക്രിസ്ത്യൻ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാസ പോലുള്ള അല്ലെങ്കിൽ ക്രിസംഗികൾ ചേരുന്നു എന്ന വലിയ ആശങ്ക പടർത്തുന്ന തരത്തിൽ ക്രിസ്ത്യൻ സമുദായം ഏതോ ഘട്ടത്തിൽ BJP-യിലേക്ക് അടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വലിയ തോതിൽ ഇടതുപക്ഷത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും ഇടതുപക്ഷം അത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ ശരി. അങ്ങനെയുള്ള തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നാണ് പരസ്യമായി സമ്മതിച്ചില്ലെങ്കിലും MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷെ താങ്കൾ കുറച്ചുകൂടി അത് പരസ്യമായി സമ്മതിക്കുകയാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല എന്ന് താങ്കൾ പറയുമ്പോൾ അത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ഡോക്ടർ G ഗോപകുമാർ, വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലാണോ ഇപ്പോൾ അഡ്വക്കേറ്റ് BN ഹസ്കർ നടത്തിയിട്ടുള്ളത്? മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, BJP പിടിക്കുന്ന വോട്ടുകൾ അത് കോൺഗ്രസിനും UDF-നെയും ദോഷകരമായി ബാധിക്കും. അതിൽ നിന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിലയിരുത്തൽ ഉണ്ടായിരുന്നു. BJP പിടിച്ച വോട്ടുകൾ അത് കോൺഗ്രസിന്റെയും UDF-ന്റെയും മാത്രമല്ല, അതിൽ ഗണ്യമായ രീതിയിൽ CPM-ന്റെ കേഡർ വോട്ടുകൾ പോലും ഉണ്ടായിരുന്നുവെന്ന്. അതേ രീതിയിൽ തന്നെയല്ലേ ഇപ്പോഴും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ? മഞ്ജുഷ ആദ്യം പറഞ്ഞ കാര്യം, ഹസ്കർ എടുത്ത നിലപാട്, അദ്ദേഹം വിവരിച്ച കാര്യങ്ങൾ ഒരു വലിയ പരിധിവരെ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുകയാണ്. ആത്മാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങൾ, ആത്മപരിശോധന നടത്തേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഹസ്കർ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനെക്കുറിച്ച് നേരത്തെ മറ്റൊരാൾ മുസ്ലിം ലീഗിൻ്റെ നേതാവും അത് പറയുകയുണ്ടായി. അതിലും വസ്തുതയുണ്ട്. കാരണം ഇടതുപക്ഷം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? 1987 എല്ലാ വർഗീയ കക്ഷികളെയും പുറത്താക്കി തനിച്ച് കൂടെ ഇടതുപക്ഷ പാർട്ടികളല്ലാതെ മറ്റ് സഖ്യകക്ഷികളില്ല, ലീഗോ മറ്റ് വിഭാഗങ്ങളോ അതിൻ്റെ എതിർവിഭാഗങ്ങളോ ഇല്ലാതെ തനിച്ച് നിന്ന് 87 വിജയിച്ച LDF ഇന്ന് എവിടെ നിൽക്കുകയാണെന്നൊരു ആത്മപരിശോധന നടത്തണം. ഭാസ്കർ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ആ നിലയ്ക്ക് കാണിച്ച ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ്, ആ കമ്മ്യൂണൽ പൊളിറ്റിക്സ് തന്നെയാണ് കാണിച്ചത്, യാതൊരു സംശയവുമില്ല. വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിച്ചേർത്ത് അയ്യപ്പ മഹാസംഗമത്തിന് ചെല്ലുക, വെള്ളാപ്പള്ളി പറയുന്ന അത്രയും ഒരു സമൂഹത്തെ ആക്ഷേപിച്ച് പറയുക. അപ്പോൾ മറുവശത്ത് അതുപോലെ കൺസോളിഡേഷൻ ഉണ്ടാകും എന്നുള്ളൊരു സെൻസ് അവിടെ ആലോചിച്ചില്ലല്ലോ. അതുമാത്രമല്ല, ആശയപരമായി ഇങ്ങനെ തമ്മിലടുപ്പിക്കുന്നതാണോ മതേതരത്വം? ആ നിലയ്ക്ക് എടുത്ത നിലപാടുകൾ, CPM എടുത്ത നിലപാടുകൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്റ്റെപ്സ് എല്ലാം തിരിച്ചടിക്ക് കാരണമാക്കി. അതെല്ലാം പാളിപ്പോയി എന്നല്ലേ മനസ്സിലാക്കൽ. അതുകൊണ്ടാണ് ഹസ്കർ തുറന്നു പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം അതിൽ നിന്നൊക്കെ എങ്ങനെ മാറാൻ കഴിയുമെന്നുള്ളത് CPM ആലോചിക്കേണ്ടതാണ്. രണ്ടാമത് മഞ്ജുഷ ചൂണ്ടിക്കാണിച്ച കാര്യം, പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഒരു സിദ്ധാന്തമുണ്ട്. രണ്ട് മുന്നണികൾ ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അഡ്വാൻറ്റേജ് കിട്ടും. അതുകൊണ്ട് തന്നെ തുടർഭരണവും ഉണ്ടാകും. പഞ്ചായത്തുകളിൽ പരമ്പരാഗതമായ ഇടതുപക്ഷത്തിനുള്ള വൻ ശക്തി, അവർക്കെന്നും വലിയ ശക്തി ഉണ്ടായിരുന്നു. അതിനുള്ള കേഡറുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്, മെഷീനറിയുണ്ട്. എല്ലാ തരത്തിലും പണ്ട് മുതലേ പ്രാദേശിക ഇലക്ഷനിൽ ജയിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപൂർവമായിട്ട് നിങ്ങളൊക്കെ പറയുന്നത് 2010ഉം 2000ഉമാണ്. ഞാൻ അതിലും പിറകിലോട്ട് പോകും. 1968 പോലും പഞ്ചായത്ത് ശക്തിയായിട്ടില്ല. 67 9 സീറ്റ് മാത്രം കിട്ടിയ കോൺഗ്രസ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിർണായകമായ തിരിച്ചുവരവ് നടത്തിയത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. 1968 അന്ന് പഞ്ചായത്ത് ഭരണം ശക്തിയായില്ലെങ്കിലും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം അന്ന് UDF അല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു വന്നത്. ജനം അത്രത്തോളം ഒരു കൊല്ലം കൊണ്ട് ഭരണവിരുദ്ധ വികാരം എത്ര ശക്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ ഓർക്കുന്നത് 1968 ആണ്. നിങ്ങൾ 2010ഉം 2000ഉമാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തവണ വന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. നമുക്കാര്യത്തിൽ യോജിക്കാം, നമുക്ക് എല്ലാവർക്കും ഒരു സമവായമുണ്ടാക്കാം. ഭരണവിരുദ്ധ വികാരമാണ് ഇടതുപക്ഷത്തെ ഈ തരത്തിൽ എത്തിച്ചത്. അത് തടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രണ്ട് ശക്തികൾ CPM-നും LDF-നും എതിരെ നിൽക്കുമ്പോൾ അവിടെ ഈ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റായി പോകുമെന്നുള്ളതാണല്ലോ. പക്ഷെ അതുണ്ടായില്ല എന്നിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇല്ലേ? അങ്ങനെ വന്നിട്ടുണ്ട്. അതിന്റെ ഗുണം രണ്ടുപേർക്കും കിട്ടുകയും ചെയ്തു. BJP-ക്ക് ഇതിനേക്കാൾ വലിയൊരു ഗുണം കിട്ടാനില്ലല്ലോ. BJP പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ. അതെ മഞ്ജുഷ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്.
വ്യക്തമായിട്ട് അതിലേക്ക് നമ്മുടെ പഴയ സിദ്ധാന്തം അങ്ങനെ ആയിരുന്നില്ല. LDFും UDFും മാത്രമായിട്ടുള്ള ഒരു ബൈപ്പോളാർ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ വരുമ്പോൾ അത് UDFന് ഗുണം ചെയ്യും, അസംബ്ലിയിൽ വരുമ്പോൾ LDFന് ഗുണം ചെയ്യും. ഈ തിയറിയാണ് ഇന്ന് തകർക്കപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിശ്ചയമായിട്ടും ഭരണവിരുദ്ധ വികാരം UDF ഏറിയ പങ്ക് കൊണ്ടുപോയി, ഒരു ചെറിയ പങ്ക് തീർച്ചയായിട്ടും NDAക്ക് കിട്ടി. അതിൻ്റെ ഫലമാണ് NDA തിരുവനന്തപുരത്ത് നടത്തിയ നിർണായകമായ ഉജ്ജ്വലമായ വിജയം തന്നെ എന്ന് പറയാം. അതോടൊപ്പം അവർക്ക് തൃപ്പൂണിത്തുറ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട്, പാലക്കാട് നിലനിർത്താൻ കഴിഞ്ഞു, കോഴിക്കോട് 10 സീറ്റ് കോർപ്പറേഷനിൽ കിട്ടി, കൊല്ലത്ത് കിട്ടിയിട്ടുണ്ട് 6 സീറ്റോളം കിട്ടി. അപ്പോൾ ഇടതുപക്ഷ ദുർഗങ്ങളിലെല്ലാം അവർക്ക്